മനുഷ്യന്മാരെല്ലാവരും ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് തലച്ചോറിൽ വെക്കാൻ പറ്റിയൊരു ചിപ്പ് വരുന്നുണ്ട്. ഈ ചിപ്പ് വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് നമ്മളെ നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ള ഭാഗത്ത് അതിൻ്റെ ഭയം തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? ആക്ച്വലി ഈ മതങ്ങളും ഈ പറഞ്ഞ സംഘടനകളും എല്ലാം ദൈവത്തിൻ്റെ ഒരു ചിപ്പ് എല്ലാവരുടെ തലയിലും ഫിറ്റ് ചെയ്തിട്ട് ഓൾറെഡി ഇവർ മറ്റ് പല നിയമങ്ങളുടെയും നിയന്ത്രണത്തിലാണ് എന്നുള്ള ഭാഗം അറിയാതെ മനുഷ്യന്മാരെല്ലാം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ആ ഭാഗം ആരും തൊടുന്നു പോലുമില്ല. എന്നിട്ട് അതെല്ലാം ഒരു ഇൻവിസിബിൾ ചിപ്പായിട്ട് എല്ലാവരുടെ തലയിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണല്ലോ അവനവനോട് താല്പര്യമില്ലാതെ എത്രയൊക്കെ വിഷമിച്ചിട്ടും സങ്കടപ്പെട്ടിട്ടും ഇതെല്ലാം ദൈവത്തിൻ്റെ കളിയാണെന്നും പറഞ്ഞ് ഇങ്ങനെ പേടിച്ചിരിക്കാൻ പറ്റണേ. അപ്പോൾ ആ ചിപ്പിനെ പരിശോധിക്കുക. ആ ചിപ്പിനെ ചാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ് ജീവിക്കുക എന്ന് പറയുന്നത്. എന്നിട്ട് ആ ചിപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഓരോരുത്തർ ഈ പള്ളിയിൽ പോണതും അല്ലെങ്കിൽ ഈ കയ്യിൽ ഈ സാധനം വെച്ചിട്ട് ദിക്റ് ചെല്ലുന്നതും എന്തിനും പറയണേ. മറ്റുള്ളവർ പറഞ്ഞ് ചെയ്യണ എല്ലാ ആക്ടിവിറ്റിയും ഈ ചിപ്പിൻ്റെ ഭാഗത്താണ്. നമ്മൾ ദേഷ്യപ്പെടുന്നതും സങ്കടപ്പെടുന്നതും എല്ലാം ഈ പറഞ്ഞ ഇൻവിസിബിൾ ചിപ്പ് നമ്മളിൽ വർക്ക് ചെയ്യണതാണ്. നമ്മൾ അവനവനെ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ തുടങ്ങുമ്പം എന്തിനാ ദേഷ്യപ്പെടുന്നത്, അല്ലെങ്കിൽ എന്തിനാ മറ്റൊരാളോട് പക പോക്കണത്, അല്ലെങ്കിൽ എന്തിനാ ഇവർ പറഞ്ഞ ഈ കാര്യങ്ങൾ. നമ്മൾ ആൾക്കാരുമായിട്ട് സഹകരിക്കണം, അല്ലെങ്കിൽ ഒരുമിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ആ ഒരുമിച്ച് ജീവിക്കുന്നതിന് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മുമ്പ് കുറേ ആൾക്കാർ ചെയ്തു വെച്ച കാര്യങ്ങളുടെ ട്രേസും കൊണ്ട് നടക്കലല്ല, ആ ചിപ്പും കൊണ്ട് നടക്കലല്ല. അവനവനായിട്ടിരിക്കുന്ന അവസ്ഥയിലുള്ള അവനവൻ്റെ ആ സത്യസന്ധതയായിരിക്കണം ആ ചിപ്പ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത്, ഞാൻ ചെയ്തത് മാത്രമാണ് ഞാൻ അനുഭവിക്കുന്നത്, മറ്റൊരാളുടെ നിയന്ത്രണത്തിൽ ഞാനായി പോകാനുള്ള കാരണം എന്നിൽ സത്യസന്ധത ഇല്ലാത്ത ഒരു ഭാഗമാണ്. അതാണ് അവൻ്റെ ചിപ്പ് എന്നിൽ വർക്ക് ചെയ്യാൻ കാരണം ഇതെല്ലാവർക്കും ഒരൊറ്റ ചിപ്പ് കൊടുത്തിട്ടാണ് ഇത് പറഞ്ഞയച്ചത്. അത് അവനവനോടുള്ള താല്പര്യം, അല്ലെങ്കിൽ ഞാനല്ലാതെ മറ്റൊന്നില്ല എന്നുള്ള തിരിച്ചറിവ്. അതുകൊണ്ട് ആ ചിപ്പിൻ്റെ കൂടെ നിന്നാൽ മതി. വേറെ ഒരു ചിപ്പും വർക്ക് ചെയ്യാനും പോണില്ല, ആരും നമ്മളെ ചാപ്പ കുത്താനും പോണില്ല. വെരി സിമ്പിളല്ലേ?